വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ച്. എലക്ഷനായിരുന്നു, വോട്ടിടാൻ പോയി. ഇത് പിന്നെ ഞങ്ങൾ വോട്ടിടാൻ പോയ ടൈമിൽ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഞാനും ആസിയായും കൂടിയാണ് പോയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു നഴ്സറി ഉണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ 2 വീലറിലാണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ റോട്ടിലെങ്ങും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ്റെ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോട്ടിൽ. അതുപോലെ തന്നെ ഓരോ സൈഡിലും ഓരോ പാർട്ടിക്കാരും ഇരിപ്പുണ്ടായിരുന്നേ. ഇപ്രാവശ്യം അങ്ങനെയും വലുതായിട്ടൊന്നും കണ്ടില്ല. പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നേ. ഇതെൻ്റെ 2ാമത്തെ വോട്ടാണ്. ഫസ്റ്റ് വോട്ട് പഞ്ചായത്ത് ഇലക്ഷൻ ടൈമിലായിരുന്നു. ആ വോട്ടിങ്ങിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ച് പോയതാണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് തിരിച്ച് വന്നു. തിരിച്ച് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി എൻ്റെ വീഡിയോസ് എല്ലാം ഡയറക്റ്റ് ക്യാമറയെ നോക്കി സംസാരിച്ചിട്ടുള്ളതായിരിക്കേ. നൈനു ഉടുപ്പിട്ടിട്ടില്ല. റോഡാണേ ഞാൻ വീഡിയോ എടുക്കണത്, ആരെങ്കിലും വരുമോ എന്തോ. ഇന്ന് പിന്നെ ഇക്കാക്ക് ഷോപ്പില്ലാത്തത് കൊണ്ട് റയാടെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാനും ഇക്കായും കൂടി നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി കുറച്ച് സമയം ഇരുന്നപ്പോഴാണ് ആലോചിച്ചത്, ഞങ്ങളുടെ ബേർഡ്സിൻ്റെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇക്കായും കൂടി വീട്ടിൽ നിന്ന് നേരെ ഒരു പെറ്റ് ഷോപ്പിൽ പോയി. പെറ്റ് ഷോപ്പിൽ പോയ ടൈമിൽ എൻ്റെ പടച്ചോനെ എന്തുമാത്രം പ്രാവുകളാണെന്നറിയാവോ. പല ഇനം പ്രാവുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് ഞാൻ പ്രാവിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞത്. അതിനകത്ത് കയറിയാൽ തിരിച്ചിറങ്ങാൻ തോന്നൂല. ഒരുപാട് പ്രാവുണ്ടായിരുന്നേ. പ്രാവ് മാത്രമല്ല, ലവ് ബേർഡ്, കോക്ടെയിൽ, സണ്ണ്, പൈനാപ്പിൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നേ. എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിഞ്ചസ് ആയിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂട്ടുകാരെ, പള്ളിപ്പുറം വയലിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പള്ളിപ്പുറം വയലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വയലുകളിലൊന്നാണ് പള്ളിപ്പുറം വയൽ. പക്ഷേ ഇപ്പം അതിൻ്റെ പാതി ഭാഗവും പവർ ഗ്രിഡ് എടുത്ത് കംപ്ലീറ്റ് അവർ പണി ചെയ്ത് പള്ളിപ്പുറം വയലിനെ നാമാശേഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിപ്പുറം വയലിനെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ അന്നവും ദാതാവും എല്ലാം പള്ളിപ്പുറം വയലായിരുന്നു. ചുമ്മേരി ഞാൻ എന്തെങ്കിലും പറയട്ടെ. ഇപ്പൊ ദാ ഈ കട പള്ളിപ്പുറം വയല് നികത്തി ഈ കട ഇപ്പൊ ഈ പരുവാക്കി വെച്ചിരിക്കുന്നത്. ഇവരെല്ലാരും കുറേശ്ശായിട്ട് വയല് നികത്തി ഇവരിതെല്ലാം പെരേഡാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് ഉള്ളത്. ഇതിനെതിരെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കണം. ഇൻക്ലാബ് സിന്ദാബാദ്. ഇത് പിന്നെ രാവിലെ ഇക്കാക്ക് വീഡിയോ എടുത്തു കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. വീട്ടിലെ ഇക്കാടെ വീഡിയോഗ്രാഫർ ഞാനാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റയാക്ക് കൊടുക്കുന്ന ഫുഡും റയാടെ മെഡിസിൻ ബോക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. വീഡിയോ എടുത്ത് കൊടുത്തതിന് ശേഷം ഇക്ക തന്നെ ഒരുപാട് വട്ടം ആ വീഡിയോ കാണും. വീഡിയോ ഓക്കെ അല്ലെന്ന് കണ്ടാൽ പിന്നെയും ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയെ. ശരിക്കും പറഞ്ഞാൽ ആസിയ വരുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് എസ്കേപ്പായിട്ട് ആസിയയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാറാണ് പതിവ്. അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ടായി. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അവർക്കുള്ള ടൈമാണ്. അവരെന്തോന്നാണ് ചെയ്യണതെന്നും കാണിക്കണമെന്നും അവർക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ റൂമിൽ കയറി ചെന്ന ടൈമിൽ യക്ഷിക്കഥ പറയലും ഓജോ ബോർഡ് കഥ പറയലും അങ്ങനെയൊക്കെ ആയിരുന്നേ. അങ്ങനെ അവരെ കൂടെ കുറച്ച് സമയം ഞാൻ നിന്നിട്ട് വീഡിയോ ഒക്കെ ഓഫാക്കി ഞാൻ നേരെ റൂമിലോട്ട് പോയി. ഇക്ക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എൻ്റെ നമ്മളെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം എല്ലാം പൂങ്കാണ് കാണിക്കുന്നത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വേറൊന്നുമില്ലേ? ഗിഫ്റ്റ് ഞാൻ തന്നെ നിനക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്. നീ ഇതിൽ കൂടുതൽ എന്തൊരു ഗിഫ്റ്റ് വേണം നിനക്ക്? ഇനി പിള്ളേർ തന്നില്ലേ? അത് വേണ്ട, വേറെ ഗിഫ്റ്റ് വേണം. സർപ്രൈസ് ഗിഫ്റ്റ്. സർപ്രൈസ് പൊളിഞ്ഞില്ലേ? നീ എങ്ങനെ സർപ്രൈസ് ചെയ്തു? അത് കുഴപ്പമില്ല, ഞാൻ സർപ്രൈസ് ആണെന്ന് വിചാരിച്ചോളാം.
പൊയ്ക്കളഞ്ഞു. അങ്ങനെ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാനും ഓർത്തില്ല, ഇക്കായും ഓർത്തില്ല. ഉച്ചയ്ക്ക് ആസി വന്ന് വിഷ് ചെയ്ത ടൈമിലാണ് ഞങ്ങൾ ഓർത്തത്. അങ്ങനെ നൈറ്റ് ഞങ്ങൾ ചിക്ക് പോപ്പൊക്കെ മേടിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും പലയിടത്തായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.